ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചറിൽ ഫോർത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ നമുക്ക് കാര്യമായിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒരു 10 മാർക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുക. അതായത് 50 മാർക്സ് നമ്മുടെ ഡിസൈൻ ക്വസ്റ്റ്യനിലേക്ക് വരും. ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിന് 25 + 25 50 മാർക്സ് വരും. അതിനുശേഷമുള്ള റിമൈനിങ് 50 മാർക്സിൽ 30 പാർട്ട് എ അതായത് മൊഡ്യൂൾ 1 and 2 വരും. 20 പാർട്ട് സി മൊഡ്യൂൾ 4 and 5 വരും. അപ്പോൾ 20 മാർക്സ് ആണ് പാർട്ട് സിയിലുള്ളത്. അതിലൊരു 10 മാർക്സ് എന്ത് ചെയ്യും, മൊഡ്യൂൾ 4 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 10 മാർക്സ് മൊഡ്യൂൾ 5 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാം ഏതൊക്കെയാണെന്ന് അറിയാനുണ്ട്. എസ്പെഷ്യലി വാട്ട് ഈസ് ഗ്രാവിറ്റി ഡാം, then how to select the dam site for a gravity dam, what are the main forces acting on a dam, and stability analysis and modes of failure. അതായത് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെയാണ് ഇത്, what are the chances or what are the condition at which a dam will fail, then principal and shear stresses, okay, then elementary profile, then practical profile. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, what is the limit height of a gravity dam, എങ്ങനെയാണ് നമ്മളൊരു ഡാമിനെ ഹൈ ഡാം അല്ലെങ്കിൽ ലോ ഡാം എന്ന് പറയുക. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വേരിയസ് കമ്പോണൻസ് യൂസ്ഡ് ഇൻ ഡാം, ലൈക്ക് ഷാഫ്റ്റ് കേസ്, വാട്ടർ സ്റ്റോപ്സ്, ഗാലറി, ദെൻ വാട്ട് ഈസ് ഗ്രൗട്ടിംഗ് ആൻഡ് വാട്ട് ആർ ദ അതർ ഇൻസ്ട്രുമെന്റേഷൻസ് ഇൻ ഡാംസ്. ദീസ് ആർ ദ മെയിൻ ടോപ്പിക്സ് ദാറ്റ് വി ഹാവ് ടു ഡിസ്കസ് ഇൻ ദിസ് മൊഡ്യൂൾ. അപ്പോൾ പ്രീവിയസ്ലി വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ പോർഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാം മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക. പോവെ ഗ്രാവിറ്റി ഡാമിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യും. സോ വാട്ട് ഈസ് എ ഡാം? എന്താണ് ഒരു ഡാം? ഒരു ഡാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം അറിയാം വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഡാം. ബേസിക് പർപ്പസ് ഇസ് ഇറിഗേഷൻ, റൈറ്റ്? അപ്പോൾ ഇറിഗേഷൻ കൂടാതെ നമുക്ക് എന്തൊക്കെ പവർ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ മെയിൻ ഈ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടി നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്, വി ആർ സ്റ്റോറിങ് വാട്ടർ ഓർ വി ആർ ഗോയിങ് ടു impound water or we are going to block the flow of water, right? So it is a solid barrier constructed at suitable location. എല്ലായിടത്തും നമുക്ക് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം അവിടെ ഒരു സോളിഡ് ബാരിയർ ആയിരിക്കണം ചെയ്യുന്നത്. വി ഹാവ് ടു ഇമ്പൗണ്ട് വാട്ടർ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്ന വാട്ടറിനെ നമുക്ക് ബാക്കിയുള്ള 3 വശത്തേക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നമ്മുടെ വാട്ടർ ഇമ്പൗണ്ട് ചെയ്ത് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു റിസർവോയർ പോലെ ബിൽട്ടപ്പ് ചെയ്ത് വരുള്ളൂ. സോ വി ഹാവ് ടു കൺസ്ട്രക്ട് എ സോളിഡ് ബാരിയർ. അതുകൊണ്ട് അതിന് പറ്റിയ സൂട്ടബിൾ ലൊക്കേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ഡാം സക്സസ് ആവുന്നില്ല. സോ അറ്റ് സൂട്ടബിൾ ലൊക്കേഷൻ അക്രോസ് എ റിവർ വാലി with a view of impounding water flowing through that river. അപ്പോൾ ഒന്ന് ലൊക്കേഷൻ സ്പെസിഫിക് ആയിരിക്കണം, so that we can construct a solid barrier over there. Next is impounding water. നമ്മളൊരു ഹ്യൂജ് റിസർവോയറിലേക്ക് വരുവാണ്. അപ്പോൾ ഹ്യൂജ് റിസർവോയറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ there will be accumulation of water over there. So സാധാരണ ഒരു പുഴ ഒഴുകുമ്പോൾ ആ പുഴയിൽ മാത്രമായിരിക്കും വെള്ളം ഉണ്ടാവും. Once we are going to have a barrier, the level of water will increase in that river. അങ്ങനെ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു നോർമൽ ഒരു ചെറിയൊരു സ്ട്രീം ഒക്കെയാണ് നമുക്കറിയാം എത്രമാത്രം വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യും. Now when it comes to a reservoir, അത് ഈ ഡെപ്ത് മാത്രമല്ല ഇൻക്രീസ് ചെയ്യുക, ഇൻ അഡീഷൻ ടു ഡെപ്ത് ഇറ്റ് വിൽ ആൾസോ ഇൻക്രീസ് ഇറ്റ്സ് ഏരിയ. അപ്പൊ ഏരിയ ഓഫ് ഇമ്പൗണ്ടിങ് വാട്ടറിന്റെ ഏരിയ കൂടും. സോ ദർ വിൽ ബി സബ്മേർജിങ് ഓഫ് ലാൻഡ്സ്, ബാങ്ക്സ് ഓഫ് ദ റിവർ. ആ റിവറിന്റെ നിയർ ബൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബാങ്ക്സ് എന്ത് ചെയ്യും, സബ്മേർജ്ഡ് കണ്ടീഷനിലേക്ക് പോകാൻ തുടങ്ങും. ദർ വിൽ ബി എ വാസ്റ്റ് ഏരിയ വേർ the water will be impounding. അപ്പോൾ അത്തരത്തിൽ അതിന്റെ റിവർ സൈഡ് വാട്ടർ ഇമ്പൗണ്ടിങ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ എവിടെയൊക്കെയാണ് അങ്ങനെ നമുക്ക് ഇമ്പൗണ്ടിങ് കൊടുക്കാൻ പറ്റുക, അത്തരത്തിലുള്ള ലൊക്കേഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. വി cannot go for a low valley or we cannot go for a plain area. പ്ലെയിൻ ഏരിയയിലൊക്കെ നമ്മളൊരു ഇമ്പൗണ്ടിങ് വാട്ടർ സിറ്റുവേഷനിലേക്ക് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലെയിൻ ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എ സിറ്റി, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മോസ്റ്റ്ലി നമ്മുടെ കൾച്ചറും നമ്മുടെ സിവിലൈസേഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും സിവിലൈസേഷൻ സ്റ്റാർട്ട്സ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ എന്ന് പറയും. അപ്പം ബാങ്ക്സിന്റെ സൈഡിൽ എപ്പോഴും നമുക്ക് അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടാവാം, അവരുടെ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ഡാം കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇംപോസിബിൾ. ബിക്കോസ് നമുക്ക് അത്രയും ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വരും. സോ ഓൾമോസ്റ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് വി വിൽ ഗോ ഫോർ ദ ഹൈ
വാലീസ് ലൈക്ക് അപ്സ്ട്രീം സൈഡിലേക്ക് പോകും. അപ്പോൾ അപ്സ്ട്രീം സൈഡിലേക്ക് പോകുമ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ താമസിക്കുന്നത് കുറവായിരിക്കും. സോ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ട ട്രൈബൽസിനോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ കോളനിയിലെ ടൈപ്പ് ആൾക്കാർക്കൊക്കെ, അതായത് ലൈക്ക് ഹൂ ഡിപ്പെൻസ് അപ്പോൺ ദ ഫോറസ്റ്റ്, അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് അവിടെ നിന്ന് മാറ്റേണ്ടി വരുള്ളൂ. അപ്പോൾ അതും മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. വി ഷുഡ് ഹാവ് സ്പെഷ്യൽ പാക്കേജസ് ആൻഡ് പ്രോജക്ട്സ് ഫോർ ദം സോ ദാറ്റ് ദേ വിൽ ബി നൈസ്ലി റീപ്ലേസ്ഡ്. അതായത് അവരെ ജസ്റ്റ് അവിടെ നിന്ന് മാറ്റുമല്ല, അവരെ പ്രോപ്പർലി റീപ്ലേസ് ചെയ്യണം സോ ദാറ്റ് ദെയർ ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസ് വിൽ നോട്ട് ബി എ ന്യൂ എമേർജിങ് പ്രോബ്ലം. അതായത് പഴയത് എങ്ങനെയാണോ താമസിച്ചിരുന്നത്, എങ്ങനെയാണോ അവരുടെ ജീവിത രീതികൾ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ അവർക്ക് വീണ്ടും റിക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇവാക്വേഷൻ ഒന്നും സക്സസ്ഫുൾ ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ ആൾക്കാരെ നമ്മൾ മാറ്റി താമസിക്കുന്നത് വളരെ കുറവായിരിക്കും. രണ്ടാമത് അവിടെ സബ്മേർജിങ് കണ്ടീഷനിലേക്ക് പോവുക ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും. അപ്പോൾ ഒരു ഇത് നോക്കുമ്പോൾ നമുക്ക് അതും ഒരു നമ്മുടെ ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് ബയോളജിക്കലി അവർ എൻവയോൺമെന്റ്. ലൈക്ക് n number of species will be there in the forest, plants will be there in the forest, animals will be there in the forest, these all will be affecting. അത്തരത്തിൽ പക്ഷേ നമുക്ക് ബെനിഫിറ്റ്സും ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ബി ഇമ്പോർട്ടൻറ്റ് വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോഴേക്കും നമ്മൾ ഒരു ഒപ്റ്റമൈസ്ഡ് രീതിയിലേക്കുള്ള റീസണബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ വിച്ച് വിൽ നോട്ട് ഹിൻഡർ ഓർ വിച്ച് വിൽ നോട്ട് ആൾട്ടർ ദാറ്റ് മച്ച് ദ എൻവയോൺമെന്റ്, അത്തരത്തിലുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ഡാമിന് സെലക്ട് ചെയ്യേണ്ടത്. Okay, now let us go in detail about classification of dams. So different types of classification, നമുക്ക് പല രീതിയിൽ ഇത് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ്ലി നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്യുക ബേസ്ഡ് ഓൺ ദി യൂസ്. നമ്മൾ എന്ത് പേർപ്പസിനാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് പറയാം. ബേസ്ഡ് ഓൺ ദിസ് വി ഹാവ് 3 types of classification. One is the storage dam, okay, the next one is the diversion dam, and the next one is the detention dam. For storage dam, as the term indicates, storage dam എന്ന് പറഞ്ഞാൽ എന്താണ്, just for the purpose of storing water. അത് പല പേർപ്പസിന് യൂസ് ചെയ്യാം. അതിന് വേണ്ടി ജസ്റ്റ് നമുക്ക് അവിടെയുള്ള മെയിൻ പേർപ്പസ് പറഞ്ഞാൽ അവിടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യണം. ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ റിസർവോയർ. അതിൽ നിന്ന് നല്ല സഫീഷ്യൻറ്റ് എമൗണ്ട് നമുക്ക് എപ്പോഴൊക്കെയാണോ വാട്ടർ ആവശ്യം വരുന്നത് അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വാട്ടർ റിലീസ് ചെയ്യാൻ പറ്റണം. സോ സച്ച് എക്സാമ്പിൾസ് ആർ ഗ്രാവിറ്റി ഡാം, എർത്ത് ഡാം, റോക്ക്ഫിൽ ഡാം, ആർച്ച് ഡാം. ഇതിനൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവായിരിക്കാം. See this is an example of gravity dam. നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ കൂടെയുള്ള സെക്കൻഡ് ഡാം ആണ് ചെറുതോണി ഡാം. അപ്പോൾ ചെറുതോണി ഡാം ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ എക്സാമ്പിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണം ജസ്റ്റ് ഗോ ആൻഡ് ടൈപ്പ് ഇൻ ഗൂഗിൾ. വിക്കിപീഡിയയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെറുതോണി ഡാമിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ. Now for the earthen dam, this is a typical example of earthen dam which is in Wayanad, Banasura, Sagar dam. Go and search for more details of Banasura dam. How and when it is constructed. നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ജസ്റ്റ് പോയി ഒന്ന് സ്വയം വായിച്ചു നോക്കുക. നിങ്ങൾക്ക് earthen dam ഒക്കെ അതിൻ്റെ കൺസ്ട്രക്ഷനും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കിട്ടും. Now coming to Rockfill Dam, this is Mohalle Dam. I think this is in South Africa. We don't have Rockfill Dam in India or neither in Kerala or entire India. ഇതൊരു കംപ്ലീറ്റ്ലി റോക്ക് ഫിൽഡ് ബാരിയർ ആണ് ഇവിടെ ഈ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുക. Now coming to Arch Dam, Idukki Arch Dam. This is a typical example of Arch Dam, one of the biggest one in India. സോ നമ്മുടെ ഇവിടെ ഇപ്പം സ്റ്റോറേജ് ഡാമായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാംസ് നമ്മൾ കണ്ടു. ലൈക്ക് ചെറുതോണി ഡാമായി ഗ്രാവിറ്റി ഡാം കണ്ടു, എർത്ത് ഡാമിൽ ബാണാസുര സാഗർ ഡാം, വയനാട്ടിലുള്ള ബാണാസുര സാഗർ ഡാം കണ്ടു, റോക്ക്ഫിൽ ഡാം കണ്ടു, ഇടുക്കിയിലുള്ള ആർച്ച് ഡാം കണ്ടു. നെക്സ്റ്റ് കമ്മിങ് ടു ദ നെക്സ്റ്റ് യൂസ്, ഡൈവേർഷൻ ഡാം. ഇവിടെ ഇതിൻ്റെ പേർപ്പസ് പറഞ്ഞാൽ ജസ്റ്റ് ഇറ്റ് വിൽ നോട്ട് സ്റ്റോർ മച്ച് എമൗണ്ട് ഓഫ് വാട്ടർ, ജസ്റ്റ് ഇറ്റ് വിൽ ഡൈവേർട്ട് വാട്ടർ. അതായത് അവിടെ നിന്ന് ഒരു കനാലിലേക്ക് അല്ലെങ്കിൽ ഒരു നിയർ ബൈ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു നിയർ ബൈ ടണലിലേക്ക് ജസ്റ്റ് ഫോർ ദ പേർപ്പസ് ഓഫ് ഡൈവേർട്ടിംഗ് വാട്ടർ. അത്തരത്തിൽ യൂസ് ചെയ്യുന്ന ഡാംസിനെയാണ് നമ്മൾ ഡൈവേർഷൻ ഡാംസ് പറയുക. മെയിൻലി ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഇറ്റ്, നമ്മളൊരു ഹ്യൂജ് റിസർവോയർ ടൈപ്പിലേക്കൊന്നും പോവില്ല, ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് നമ്മൾ വാട്ടർ ലെവൽ കൂട്ടിയെടുക്കും. സോ സച്ച് എക്സാമ്പിൾസ് ആർ വെയർ ആൻഡ് ബാരേജ്. എന്താണ് വെയർ, എന്താണ് ബാരേജ് എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് മൊഡ്യൂൾസിലൊക്കെ കണ്ടതാണ്. So here you can see Parshi barrage in Kannur.
ഒരു ടിപ്പിക്കൽ ബാരേജ് ആണിത്. യു ക്യാൻ സീ ദ കൺട്രോളിങ് ഗേറ്റ്സ്. ഒരു കുറച്ച് ലെവലിലേക്ക് മാത്രമാണ് വാട്ടർ ലെവൽ ഇമ്പൗണ്ട് ചെയ്യുക. അതായത് ഈ കൺസ്ട്രക്ഷൻ സോളിഡ് കൺസ്ട്രക്ഷൻ വരുന്നത് ഈ ഒരു ലെവൽ വരെ മാത്രമാണ്. അതിനുശേഷം നമുക്ക് വാട്ടർ ലെവൽ കൂട്ടണമെങ്കിൽ വി ഷുഡ് യൂസ് ഗേറ്റ്സ്. ഈ ഗേറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എത്ര ലെവൽ വരെ നമുക്ക് വാട്ടർ കൂട്ടാൻ കുറയ്ക്കാം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഡൈവേർഷൻ ഡാംസ്. Now another barrage, this is Prakasham barrage in Andhra Pradesh. ഇവിടെ ഇതിന്റെ മെയിൻ പേർപ്പസ് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സെക്ഷനിൽ ഫ്ലഡിങ് സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബാരേജ് കൺസ്ട്രക്ട് ചെയ്തത്. അതായത് ഇതിന്റെ ഈ ഒരു റിവറിന്റെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് മേജർ സിറ്റീസ് വരുന്നുണ്ട്, മേജർ ഏരിയ ഓഫ് ഹൈലി തിക്ലി പോപ്പുലേറ്റഡ് റീജിയൻസ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എമൗണ്ട് വാട്ടർ flooding situation വന്നു കഴിഞ്ഞാൽ ആ entire area this will be under water. In order to avoid it, this barrage is constructed. ഈ ബാരേജിൽ എന്ത് ചെയ്യും, ടൈംലി കൺട്രോൾഡ് ആയിട്ടായിരിക്കും താഴേക്ക് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് എന്ത് ചെയ്യുന്നത്, വാട്ടർ റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ബാരേജ്. Now this is another example of barrage, Farakka barrage, which is in West Bengal on the river Ganga. എപ്പോഴും ഇന്ത്യ ബംഗ്ലാദേശ് കോൺഫ്ലിക്റ്റ് വാട്ടർ കോൺഫ്ലിക്ട്സ് വരുന്നത് ഈ ഒരു ബാരേജിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വാട്ടർ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. Now coming to where, this is an example of where Tanmala where or usual check dams are also you can. This is another examples of where. സോ നമ്മളിപ്പം സ്റ്റോറേജ് ഡാം എന്തൊക്കെയാണെന്ന് കണ്ടു, ഡൈവേഷൻ ഡാം എന്തൊക്കെയാണെന്ന് കണ്ടു. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ഡിറ്റൻഷൻ ഡാം. ഇത് നേരത്തെ നമ്മൾ ബാരേജിന്റെ കേസിൽ പറഞ്ഞു ഫ്ലഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ബാരേജ് യൂസ് ചെയ്യാം. അത്തരത്തിൽ ഫ്ലഡ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ ഡിറ്റൻഷൻ ഡാം എന്ന് പറയാം. ഡ്യൂറിങ് ഫ്ലഡ്സ് ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ വാട്ടർ. വൺസ് ദ ഫ്ലഡ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് ഡിസ്ചാർജ് താഴേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡിറ്റൻഷൻ ഡാം എന്ന് പറയാം. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഡൈക്സ്, ഈ ബാരേജ് ഇൻ അഡീഷൻ ടു ഡൈവേർട്ടിംഗ് വാട്ടർ, അതായത് അതിന്റെ സൈഡിലെ കനാൽസിലേക്കെല്ലാം വാട്ടർ ഡൈവേർട്ട് ചെയ്യും. അത് കൂടാതെ ഈ ഒരു പേർപ്പസിനും കൂടി ചെയ്യാൻ പറ്റും. കാരണം മെജോറിറ്റി കേസ് ബാരേജ് വരുന്നത് ഒരു ഡൗൺ സ്ട്രീം സൈഡിലോട്ട്, ഒരു റിവറിന്റെ അപ്സ്ട്രീം മിഡിൽ ഡൗൺ സ്ട്രീം. നമ്മൾ ഒട്ടുമിക്ക കേസിലും ബാരേജ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ usually that will be in the downstream section of a river. ഒരു ഡാം നോക്കുമ്പോഴേക്കും അപ്സ്ട്രീം സൈഡിലോട്ട് പോകും, അതുപോലെ ബാരേജ് നോക്കുമ്പോഴേക്കും ഡൗൺ സ്ട്രീം സൈഡിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ഫ്ലഡ് കൺട്രോളിങ് സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് ബാരേജ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ കനാലിലേക്ക് വാട്ടർ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കനാൽ വാട്ടർ ഡൈവേർട്ടിംഗ് എന്ന് പറയുമ്പോൾ ആ ഏരിയയിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന ഏരിയകളിലായിരിക്കാം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വാട്ടർ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൽ നിന്ന് കനാലിലേക്ക് വാട്ടർ നമുക്ക് പ്രോപ്പറായിട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. എവിടെയൊക്കെ വെള്ളം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഡൈവേർഷൻ ഡാം. അപ്പോൾ ഡിറ്റൻഷൻ ഡാം എന്ന് വരുമ്പോഴേക്കും ലൈക്ക് ബാരേജ്, ഈ ഡിറ്റൻഷൻ ഡാമിന്റെ മെയിൻ പേർപ്പസ് എന്ന് വേണമെങ്കിൽ പറയാം ഫ്ലഡ് കൺട്രോൾ ഓർ ഫ്ലഡ് മാനേജ്മെന്റ്. അതിനുവേണ്ടി നമുക്ക് ഡൈക്ക് യൂസ് ചെയ്യാം, വാട്ടർ സ്പ്രെഡിങ് ഡാംസ് യൂസ് ചെയ്യാം. വാട്ടർ സ്പ്രെഡിങ് ഡാം ആണ് ഈ ഒരു ബാരേജ്. നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾസിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു വാസ്റ്റ് ഏരിയയിലേക്കാണ് ഈ ബാരേജ് കൺസ്ട്രക്ഷൻ വരിക. ദെൻ ഡെബ്രിസ് ഡാം. അപ്പോൾ ഇത്രയും ഈ ഒരു 3 ടൈപ്പ് ഓഫ് ഡാംസ് എന്ത് ചെയ്യും, ഫ്ലഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിൽ വാട്ടർ സ്പ്രെഡിങ് ഡാമിന് എക്സാമ്പിൾസ് ബാരേജ് ആയിട്ട് തന്നെ എടുക്കാം. ഡൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ see in this figure, ഈ ഫിഗറിൽ നമുക്ക് നോക്കാം, ദിസ് ഈസ് ദ റിവർ വേ. ആ റിവറിന്റെ സൈഡിലേക്ക് നമ്മൾ ഒരു ബാരിയർ പോലെ ഹൈറ്റ് കൂട്ടിയെടുത്ത് ബിൽട്ടപ്പ് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ ഡൈക്ക് പറയുക. അപ്പോൾ ഇങ്ങനെ ഡൈക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ലെവൽ വരെ വാട്ടർ ഹോൾഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് വെള്ളം വരുള്ളൂ. സോ ദാറ്റ് വിൽ ആക്ട് ആസ് എ ബാരിയർ. അതിനെയാണ് നമ്മൾ ഡൈക്ക് എന്ന് പറയുന്നത്. അതല്ലാതെ ഈവൺ നമുക്ക് ഒരു റിവറിന്റെ നാച്ചുറൽ സ്റ്റൈൽ ഓഫ് flow of path നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നിയർ ബൈ ഏരിയാസ് മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി സറൗണ്ടഡ് ബൈ agriculture areas. അപ്പോൾ അത്തരത്തിലുള്ള അഗ്രികൾച്ചർ ഏരിയാസ് ഡ്യൂറിങ് ദിസ് ഫ്ലഡ് ടൈം ദിസ് വിൽ ആക്ട് ആസ് എ ലോക്കൽ ഫ്ലഡ് ബാരിയർ. അവിടെ വെള്ളം കിട്ടി നിന്ന് നമ്മുടെ ഇൻഹാബിറ്റൻസ് ഉള്ള ഏരിയയിലേക്ക് വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. സോ ദീസ് ഓൾ ആക്ട് ആസ് എ flood management barriers or systems like dike, fallow areas, then agricultural lands, wetlands. ഇതെല്ലാം നമുക്ക് ഫ്ലഡ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഡൈക്ക് ഒരു ഡിറ്റൻഷൻ ഡാം പോലെ ആക്ട് ചെയ്ത് വർക്ക് ചെയ്യും. ഈവൻ ബാരേജസ് ദാറ്റ് വിൽ ആക്ട് ആസ് എ വാട്ടർ സ്പ്രെഡിങ് ഡാംസ്.
Now, according to hydraulic design, നമുക്ക് രണ്ട് ടൈപ്പിലെ ഡാംസ് എന്ന് പറയാം. ഒന്ന് നോൺ ഓവർഫ്ലോ ഡാം, അതർ നെക്സ്റ്റ് വൺ ഈസ് ഓവർഫ്ലോ ഡാം. അപ്പോൾ നോൺ ഓവർഫ്ലോ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the top of the dam above high flood level of drain or stream there won't be any overflow. അതായത് ഒരിക്കലും ഈ ഡാമിന്റെ മുകളിലേക്കൂടെ എന്ത് ചെയ്യില്ല, വാട്ടർ പാസ് ചെയ്ത് വരില്ല. ഫോർ എക്സാമ്പിൾ ആർച്ച് ഡാം, നമ്മൾ ഇടുക്കി ആർച്ച് ഡാം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അതിന്റെ മുകളിലേക്കൂടെ ഒരിക്കലും വാട്ടർ ഫ്ലോ ചെയ്ത് പുറത്തേക്ക് വരില്ല. ഓക്കെ, സോ ഈ അതിന്റെ മുകളിലേക്കൂടെ പുറത്തേക്ക് വരുന്ന ഓവർഫ്ലോ ടൈപ്പ് ഡാമിലാണെങ്കിൽ അധികം വരുന്ന വെള്ളം എന്ത് ചെയ്യും, അതിന്റെ അകത്തേക്കൂടെ പുറത്തേക്ക് വരും. സോ that examples are how they will flow carry over the extra surplus water will be they will use a structure called spillway. Spillways യൂസ് ചെയ്തിട്ടായിരിക്കും അത്തരത്തിലുള്ള ഫ്ലോസ് സംഭവിക്കുക. അപ്പോൾ സ്പിൽവേസ് യൂസ് ചെയ്യാത്ത ഡാമിനെയാണ് നമ്മൾ നോൺ ഓവർഫ്ലോ ഡാം എന്ന് പറയുക. സ്പിൽവേസ് യൂസ് ചെയ്യുന്നതിനാണ് ഓവർഫ്ലോ ഡാം എന്ന് പറയുക. സോ ലൈക്ക് എർത്തൺ ഡാമിൽ നമ്മൾ ഓവർഫ്ലോ കൊടുക്കില്ല. ലൈക്ക് ചെറുതോണി ഡാമിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഇടുക്കി ഡാം ഓപ്പൺ ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ചെറുതോണിയുടെ പോർഷനിൽ സ്പിൽവേ ആണ് ഓപ്പൺ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇടുക്കി ആർച്ച് ഡാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് സ്പിൽവേസോ പോർഷൻസോ അങ്ങനത്തെ ഒന്നും ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ഓക്കെ, സോ wherever the spillways are provided, that such types of dams are called overflow dam. The other one is known as non-overflow dam. Now coming to next, according to material, like rigid dam and non-rigid dam. Rigid dam എന്ന് പറഞ്ഞാൽ rigid materials കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള, ലൈക്ക് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒക്കെ ഒട്ടുമിക്ക മെറ്റീരിയൽസും rigid materials ആണ്. ലൈക്ക് കോൺക്രീറ്റ് ഡാംസ്, ടിമ്പർ ഡാം, സ്റ്റീൽ ഡാം, masonry dam. But rockfill dam അല്ല. rockfill dam construct in any material like which is not rigid like earth or rock fills, they are known as non-rigid dams. അല്ലെങ്കിൽ earthen dam, അല്ലെങ്കിൽ rockfill dam, അല്ലെങ്കിൽ combined earth and rockfill. ലൈക്ക് നിങ്ങളുടെ ബാണാസുര സാഗർ ഡാം earthen dam ആണ്, അതൊരു നോൺ റിജിഡ് ഡാം ആണ്. നേരെ മറിച്ച് ആർച്ച് ഡാം, ഇടുക്കി ആർച്ച് ഡാം അതൊരു റിജിഡ് ഡാം ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ക്ലാസിഫിക്കേഷൻ. Now based on the structural behavior we will classify into gravity dam, arch dam, buttress dam, embankment dam, steel dam and timber dam. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റി ഡാം. ഈ ഗ്രാവിറ്റി ഡാമിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്മിങ് വീഡിയോസിൽ കാണും. Okay, so this is a solid concrete structure with a triangular profile. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ബട്ട്രസ് ഡാം. ബട്ട്രസ് ഡാം നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ ഗ്രാവിറ്റി ഡാം reinforced by structural supports. Okay, so it uses multiple reinforced columns. നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഓക്കെ, to support the dam. അപ്പോൾ ആ റീഇൻഫോഴ്സ്ഡ് കോളംസ് വെച്ചിട്ടാണ് ഇവിടെ വാട്ടർ ഫോഴ്സിനെ അത് ബാലൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ആർച്ച് ഡാം. ആർച്ച് കോൺക്രീറ്റ് വിച്ച് ആർ കർവ്ഡ് ഓർ കോൺവെക്സ് അപ്സ്ട്രീം ഇൻ പ്ലാൻ. ഈ ആർച്ച് ഡാമിനെ കുറിച്ച് നമ്മൾ കമ്മിങ് വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. Then earthen dams. These will be trapezoidal in shape. Gravity dams triangular in profile ആണെന്ന് പറഞ്ഞിരുന്നു. Earthen dams this will be in trapezoidal in shape and these are constructed where foundation of underlying material are weak. അത്തരത്തിലുള്ള സ്ഥലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, earthen dams പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് വിൽ ബി റിലേറ്റീവ്ലി സ്മോൾ ഇൻ ഹൈറ്റ്. നമുക്ക് വലിയൊരു ഹൈറ്റിലേക്കൊന്നും ബിൽട്ടപ്പ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് സ്റ്റീൽ ഡാം. നമുക്ക് ഇന്ത്യയിൽ അധികം സ്റ്റീൽ ഡാമും ടിമ്പർ ഡാമൊന്നും കാണാൻ പറ്റില്ല. ഇത് അധികം ഫോറിൻ കൺട്രീസിൽ കാണുന്നതാണ്. So they are constructed with a framework of steel dams. Then timber dams, they are constructed with timber. Timber dam നമുക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിലും കാണാൻ പറ്റും. പക്ഷെ വലിയ രീതിയിലേക്ക് ഹൈലി ഇമ്പൗണ്ടിങ് സ്റ്റൈലിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ നോർമൽ VCBസിലൊക്കെ പ്ലാങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന മെയിൻ സ്ട്രക്ചർ കോൺക്രീറ്റ് ആയിരിക്കും. ബാക്കി സപ്പോർട്ടിങ് വാട്ടർ ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ട് ചെയ്യുന്ന ടിമ്പർ പ്ലാങ്ക്സ് ആണ് നമ്മുടെ നോർമൽ VCBs ഒക്കെ. അതായത് വെൻകം ബ്രിഡ്ജ് സ്ട്രക്ചർ നമ്മുടെ നാട്ടിൻപുറത്തുള്ള റിവേഴ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്ന നോർമൽ VCBs ഒക്കെ ഈ ഒരു സ്റ്റൈലിൽ വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. Okay, so these are the basic details of different types of dams. Now, how to select a site for a dam? Okay, we should have a good foundation area. Sound rock it should be free from any faults, seams or open pockets. വിള്ളലില്ലാത്ത നല്ല സൗണ്ട് റോക്കി ഏരിയ ആയിരിക്കണം നമ്മളൊരു ഗുഡ് സൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. Now, ടോപ്പോഗ്രഫി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് ഏരിയ വെള്ളത്തിന്റെ അടിയിലേക്ക് ആവുന്നതിന് പകരം ചെറിയൊരു ഏരിയ വരുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഡാം. പുറവനും കുറത്തിയും മലയുടെ ഇടയ്ക്കാണ് നമ്മൾ ആ ആർച്ച് ഡാം ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ നാരോ ഗോജ്. അപ്പൊ അത്തരത്തിലുള്ള റിവർ ക്രോസ് സെക്ഷൻ വരുന്ന പോർഷനിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. സൈറ്റ്സ്
സ്പിൽവേ. അപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്പിൽവേ കൊടുക്കാൻ പറ്റുന്ന ഏരിയ ആയിരിക്കണം. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഇടുക്കി ഡാമിന്റെ പോർഷനിൽ നമ്മൾ പറഞ്ഞു അവിടെ സ്പിൽവേ ഇല്ല. സോ ദർ ഷുഡ് ബി അനദർ ലൊക്കേഷൻ സോ ദാറ്റ് വി ക്യാൻ സേഫ്ലി ഡിസ്പോസ് ദി സർപ്ലസ് വാട്ടർ. അത്തരത്തിലാണ് അവിടെ ചെറുതോണി ഡാമിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, സോ ദാറ്റ് അത്തരത്തിൽ നമുക്ക് പ്രകൃതി തന്നെ നല്ലൊരു ടിപ്പിക്കൽ ഏരിയ തരുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൈറ്റ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഈസ് മെറ്റീരിയൽ. നമുക്ക് ഈസിലി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റണം, മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കണം ആ ഏരിയയിൽ. ദെൻ സഫീഷ്യൻ്റ് ആയിട്ട് റിസർവോയർ ബേസിൻ, അതായത് ലാർജ് നമ്മൾ വാട്ടർ ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്, അപ്പം അത്രയും ഏരിയ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. ദെൻ ഈസിലി റീച്ചബിൾ ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദി എൻവയോൺമെന്റ്. ദീസ് ആർ ദ ബേസിക് requirements or basic features which we should look upon to select a site. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് റെഫർ ചെയ്ത് കൂടുതലായിട്ട് വായിക്കുക. Now നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാം. എന്താണ് ഗ്രാവിറ്റി ഡാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ കമ്മിങ് വീഡിയോസിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ.